ഞാൻ മായൻ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കാലത്തിൻ്റെ ഇരുളിൽ മറഞ്ഞുപോയ കെട്ടുകഥകളാൽ വലയം ചെയ്യപ്പെട്ടൊരിടത്തേക്കാണ്. കുന്നത്ത് തറവാട്. ഉൾനാടൻ കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് പുറം ലോകത്തിൻ്റെ കണ്ണിൽ നിന്നൊളിച്ച് ജീർണാവസ്ഥയിൽ നിലകൊള്ളുന്ന ഈ തറവാടിനെക്കുറിച്ച് നിരവധി കഥകളാണ് പ്രചരിക്കുന്നത്. ഒരു കുടുംബശാപം, ആരാധന നിലച്ചുപോയ ഏതോ ഉഗ്രദേവത, രാത്രികാലങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ. സത്യമെന്തെന്നറിയാൻ നമുക്ക് കുന്നത്ത് തറവാട്ടിലേക്ക് പോകാം. ഭാഗം 1. താക്കോലും തറവാടും. യാത്ര ദുഷ്കരമായിരുന്നു. പ്രധാന പാതയിൽ നിന്ന് തിരിഞ്ഞ് ടാറിടാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ മണിക്കൂറുകളോളം സഞ്ചരിക്കേണ്ടി വന്നു. ഒടുവിൽ ഒരു കുന്നിൻ മുകളിൽ പടർന്ന് പന്തലിച്ച മരങ്ങൾക്കിടയിൽ കുന്നത്ത് തറവാട് ഒരു ഭീകര സ്വപ്നം പോലെ തലയുയർത്തി നിന്നു. കാലപ്പഴക്കത്താൽ ദ്രവിച്ച മേൽക്കൂരയും അടർന്നു വീഴാറായ ചുമരുകളും കാട് കയറിയ മുറ്റവും അതിൻ്റെ ശോചനീയാവസ്ഥ വിളിച്ചോതി. അവിടെ അവനെ കാത്തിരുന്നത് മെലിഞ്ഞുണങ്ങിയ പ്രായം ചെന്നൊരു മനുഷ്യനായിരുന്നു. വേലപ്പൻ. തറവാടിൻ്റെ ഇപ്പോഴത്തെ പേരിനൊരു കാര്യസ്ഥൻ. അയാളുടെ കണ്ണിൽ ഭയവും സംശയവും നിഴലിച്ചു. താക്കോൽ കൂട്ടം ആദർശിന് നേരെ നീട്ടുമ്പോൾ വേലപ്പൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചില വാതിലുകൾ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. മോനെ, ചിലപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത പലതും അകത്തുണ്ടാവും. അയാളുടെ ശബ്ദം നീർത്തിരുന്നു. തറവാടിൻ്റെ പടുകൂറ്റൻ വാതിൽ ഒരു ദീനരോധനത്തോടെ തുറന്നു. ഉള്ളിലേക്ക് കടന്ന ആദർശനെ വരവേറ്റത് പൊടിയുടെയും പഴകിയ തടിയുടെയും ഗന്ധമായിരുന്നു. തൻ്റെ റെക്കോർഡർ ഓൺ ചെയ്ത് അവൻ ഓരോ മുറിയും വിശദമായി ചിത്രീകരിക്കാൻ തുടങ്ങി. പൊട്ടിയ നിലവിളക്കുകൾ, ചിലന്തി വല കെട്ടിയ ചിത്രങ്ങൾ, പൊളിഞ്ഞ ഫർണിച്ചറുകൾ, ഓരോന്നിനും പറയാനുണ്ടായിരുന്നു 100 കഥകൾ. ചിലയിടങ്ങളിൽ അകാരണമായ തണുപ്പും ഭീകരമായ നിശബ്ദതയും അവനെ അസ്വസ്ഥനാക്കി. അങ്ങനെയാണ് അവൻ ആ മുറിയിലെത്തിയത്. അറ. തറവാടിൻ്റെ ഹൃദയഭാഗത്തുള്ള കരിങ്കല്ലിൽ തീർത്ത ഭിത്തികളുള്ള ഭദ്രമായി പൂട്ടിക്കിടന്ന ഒരു മുറി. താൻ സംഘടിപ്പിച്ച തറവാടിൻ്റെ പഴയ രേഖാചിത്രങ്ങളിലൊന്നും ഈ അറയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേലപ്പനും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആദർശിൻ്റെ ഉള്ളിലെ ചരിത്രകാരൻ ഉണർന്നു. ഈ അറയ്ക്കുള്ളിൽ എന്തോ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി അടുത്തുള്ള ലോഡ്ജ് മുറിയിലിരുന്ന് റെക്കോർഡിങ്ങുകൾ പരിശോധിക്കുമ്പോഴാണ് ആദർശ് അത് ശ്രദ്ധിച്ചത്. അറയുടെ വാതിലിനെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് തൻ്റെ ശബ്ദത്തിന് പിന്നിലായി വളരെ നേർത്ത അവ്യക്തമായൊരടക്കം പറച്ചിൽ. ഒരു സ്ത്രീ ശബ്ദം പോലെ. അതോ തോന്നലോ? അവൻ പലതവണ അത് റീവൈൻഡ് ചെയ്ത് കേട്ടു. വ്യക്തമായിരുന്നില്ല. എങ്കിലും എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കഴുത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. തുടരും.